ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ. ഓക്കെ, എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ഫോഴ്സസ് ഓൺ ദം. ഫ്ലൂയിഡ്സിനെ കുറിച്ചും അതിലാക്കുന്ന ഫോഴ്സസിനെ കുറിച്ചുമുള്ള സ്റ്റഡിയാണ് എന്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. നമ്മളത് ആദ്യം നോക്കാൻ പോകുന്നത് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇതിലാദ്യത്തത് മാസ് ഡെൻസിറ്റി. അത് റോ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ദ മാസ് ഓഫ് ദ മാറ്റർ ഒക്കുപ്പൈഡ് പെർ യൂണിറ്റ് വോളിയം ആണ് മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം റോ ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മാസ് ഡെൻസിറ്റി ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു പ്രഷർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു ടെമ്പറേച്ചർ. ഗ്യാസസിന്റെ കേസിൽ മാസ് ഡെൻസിറ്റി പ്രഷറിന് പ്രപ്പോർഷനിലും ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലും ആയിരിക്കും. ഓക്കെ, വാട്ടറിന്റെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറിയുടേത് 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് മെർക്കുറിയുടെ മാസ് ഡെൻസിറ്റി. അതുപോലെ എയറിന്റെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.2 അറ്റ് NTP ആണ്. അതുപോലെ സ്റ്റീലിന്റെ എന്ന് പറയുന്നത് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അടുത്തത് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. അതിനെ W വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദ മാറ്റർ പെർ യൂണിറ്റ് വോളിയം ആണ് എന്ത് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് മാറ്റർ പെർ യൂണിറ്റ് വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? W is equal to weight by volume. വെയിറ്റ് ബൈ വോളിയം. നമുക്കറിയാം വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, mg. അപ്പോൾ mg ബൈ v എന്ന് എഴുതാം. നമുക്കറിയാം മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എന്ന് എഴുതാമല്ലോ. W ഈസ് ഈക്വൽ ടു റോ ജി എന്ന് എഴുതാം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, വെയിറ്റിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ, വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ്. അപ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. വാട്ടറിന്റെ ഓർത്ത് വെക്കുക, 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പെസിഫിക് വോളിയം ആണ്. അത് നമുക്ക് VS വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സ്പെസിഫിക് വോളിയം ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. സ്പെസിഫിക് വോളിയം ഇസ് റെസിപ്രോക്കൽ ഓഫ് മാസ് ഡെൻസിറ്റി. അപ്പൊ VS ഈസ് ഈക്വൽ ടു 1 ബൈ റോ എന്ന് എഴുതാം. എന്ന് പറയുന്നത് എന്താണ്? വോളിയം ബൈ മാസ് ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. വോളിയം ബൈ മാസ് ആണ് സ്പെസിഫിക് വോളിയം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് സ്പെസിഫിക് വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. അതിനെ S വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ടു ദ മാസ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഏത് ലിക്വിഡ് ആണോ ആ ലിക്വിഡിന്റെ മാസ് ഡെൻസിറ്റി, മെർക്കുറി ആയിക്കോട്ടെ, മെർക്കുറിയുടെ മാസ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ദ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെന്ത് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. റോ ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ റോ ഓഫ് വാട്ടർ ആണ് S. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാസ് ഡെൻസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റി ഹാസ് നോ യൂണിറ്റ്. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. വുഡിൻ്റെത് 0.6 ആണ്. മെർക്കുറിയുടേത് 13.6 ആണ്. വാട്ടറിന്റെ 1 ആണെന്നും മെർക്കുറിയുടേത് 13.6 ആണെന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സലൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി?
It is the property of a liquid. Liquid property which offers resistance to the movement of one layer of fluid over adjacent layer of fluid. നമ്മൾ പറയാറുണ്ട് ലിക്വിഡ്സ് ലെയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലെയറിന്റെ മൂവ്മെന്റ്, അഡ്ജസ്റ്റന്റ് ലെയറിന്റെ പുറത്തുള്ള ഒരു വേറൊരു ലെയറിന്റെ മൂവ്മെന്റിനുള്ള റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് എന്ത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇന്റർമോളിക്കുലർ കൊഹിഷൻ ഡിക്രീസ് ചെയ്യും, അപ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ലിക്വിഡ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, അത് പഠിച്ചു വെക്കുക. ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. In the case of gases, as temperature increases, viscosity increases. അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അത് പറയുന്നതാണ് ദ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ആംഗുലാർ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് നമ്മുടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ആണ്. ടോ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ടോ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ് ഡോ യു ബൈ അല്ലെങ്കിൽ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി, വൈ ഡി വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഇതിലെ മ്യൂ ആണ് നമ്മുടെ എന്ത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. മ്യൂ ആണ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ അതിനെ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അടുത്തത് MKS യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് MKS യൂണിറ്റ് എന്ന് പറയുന്നത്. CGS യൂണിറ്റ് ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. CGS യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതിനെ നമുക്ക് 1 പോയിസ് എന്ന് പറയാം. ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1 പോയിസ്. ഇനി 1 പോയിസും നമ്മുടെ SI യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ നോക്കാം. 1 പോയിസ് ഈക്വൽ ടു 0.1 പാസ്കൽ സെക്കൻഡ്. 1 പോയിസ് എന്ന് പറയുന്നത് 0.1 പാസ്കൽ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 1 പോയിസ് ഈസ് 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇത് ഓർത്തിരിക്കുക, പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം വരും ഈ ഒരു കൺവേർഷൻ. അടുത്തത് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ടു മാസ് ഡെൻസിറ്റി ആണ്. നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നത് റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു മാസ് ഡെൻസിറ്റി ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. നമ്മളിതിനെ ന്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ മാസ് ഡെൻസിറ്റി. മ്യൂ ബൈ റോ ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ അതിന്റെ യൂണിറ്റ് നോക്കാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. CGS യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അതിനെ സ്ട്രോക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, CGS യൂണിറ്റ് ആയ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെ സ്ട്രോക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ 1 സ്ട്രോക്ക് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് 10 raised to -4 meter square per second. അത് ഓർത്തിരിക്കുക. 1 stroke is 10 raised to -4 meter square per second. ഓക്കെ, ഇതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് മ്യൂ ബൈ റോ. അടുത്തത് കംപ്രസിബിലിറ്റി. ഇപ്പൊ നമ്മളൊരു ലിക്വിഡ്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ, പ്രഷർ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ ആണ്. ചേഞ്ച് ഇൻ വോളിയം ടു ചേഞ്ച് ഇൻ പ്രഷർ റേഷ്യോ ആണെന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? dV/V/dP ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ ആണ്. മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ ആണ് കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഇൻവേഴ്സ് ഓഫ് ബൾക്ക് മോഡുലസ്. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസിന്റെ ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് ഓഫ് ബൾക്ക് മോഡുലസ്. ഓക്കെ,
അടുത്തത് സർഫസ് ടെൻഷനാണ്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ നോക്കാം. The tensile force acting on the surface of a liquid in contact with a gas or on the surface between two immiscible liquid such that surface behaves like a membrane under tension. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇപ്പോ ഒരു ലിക്വിഡ് അത് ഗ്യാസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്മസിബിൾ ലിക്വിഡ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരിക്കാം. ആ ലിക്വിഡിന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പോ അതുകൊണ്ട് എന്തുണ്ടാവും, ആ ഒരു സർഫസ് ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും അണ്ടർ ടെൻഷൻ. ആ ഒരു ടെൻസൈൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലിക്വിഡ് അതിന്റെ സർഫസ്, ഇപ്പോൾ ലിക്വിഡ് ഒന്നുകിൽ ഗ്യാസുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ഇമ്മിസിബിൾ ലിക്വിഡായിട്ടോ കോണ്ടാക്റ്റിൽ ഉണ്ടാവും. അതിന്റെ സർഫസ് ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും അണ്ടർ ടെൻഷൻ. ആ ടെൻസൈൽ ഫോഴ്സിന് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ആ ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫിലിം ഫോം ചെയ്യുന്നത് വിച്ച് മേക്ക് മോർ ഡിഫിക്കൽട്ട് ടു മൂവ് ആൻ ഒബ്ജക്ട് ത്രൂ ദ സർഫസ് ദാൻ ടു മൂവ് വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ്. അപ്പോൾ ആ ഒരു ഫിലിം ഉണ്ടാവുന്നത് കൊണ്ട് ഒരു ഒബ്ജക്റ്റിന് ആ ഒരു സർഫസിൽ കൂടെ മൂവ് ചെയ്യാൻ എന്തുണ്ടാവും, ഡിഫിക്കൽട്ട് ആയിരിക്കും ദാൻ when it is completely submerged. ഓക്കെ, അതാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷന് കാരണം എന്താണ്, ഡ്യൂ ടു കൊഹിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് അറ്റ് ദ സർഫസ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിന്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ കൊഹിസീവ് ഫോഴ്സ് കാരണമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. സർഫസ് ടെൻഷൻ നമ്മൾ സിഗ്മ വെച്ച റെപ്രസെന്റ് ചെയ്യുക, വിച്ച് ഈസ് ടെൻസൈൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത്. ടെൻസൈൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് പെർ ലെങ്ത്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. നമുക്ക് സർഫസ് ടെൻഷന്റെ വേറൊരു എക്സ്പ്രസ് ചെയ്യാം, ഇറ്റ് ഈസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് സർഫസ് ഏരിയ. സർഫസ് ടെൻഷൻ ഈസ് ആൾസോ എക്സ്പ്രസ്ഡ് ആസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് സർഫസ് ഏരിയ. അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു വർക്ക് അല്ലെങ്കിൽ എനർജി പെർ ഏരിയ ആണ് എന്ത് നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. As temperature increases, cohesion reduces. Hence, surface tension decreases. Temperature കൂടുമ്പോൾ surface tension കുറയും. അത് ഓർത്തിരിക്കുക. As temperature increases, surface tension decreases. അതും കൂടെ ഓർത്തിരിക്കുക. അടുത്തത് എക്സസ് പ്രഷർ ആണ്. എന്താണ് എക്സസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പെറിക്കൽ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു ബബിൾ, സോപ്പ് ബബിൾ ആയിക്കോട്ടെ, അതിന്റെ ഇൻസൈഡിലുള്ള പ്രഷർ ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആ ഒരു എക്സസിനാണ് നമ്മൾ പറയാ എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ അകത്തുള്ള എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 4 സിഗ്മ ബൈ ഡി ആണ്. സിഗ്മ സർഫസ് ടെൻഷൻ ആണ്, ഡി ഡയമീറ്റർ ആണ്. 4 സിഗ്മ ബൈ ഡി ആണ് വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ അകത്തുള്ള എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. ഒരു സോപ്പ് ബബിൾ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് 8 സിഗ്മ ബൈ ഡി. സോപ്പ് ബബിൾ ആണെങ്കിൽ 8 സിഗ്മ ബൈ ഡി. ഒരു ലിക്വിഡ് ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 2 സിഗ്മ ബൈ ഡി ആണ്. അതും കൂടെ ഓർത്തിരിക്കുക. അടുത്തത് കാപ്പിലാരിറ്റി ആണ്. കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഫിനോമിനൻ ഓഫ് റൈസ് ഓർ ഫാൾ ഓഫ് എ ലിക്വിഡ് സർഫസ് റിലേറ്റീവ് ടു ദ അഡ്ജസന്റ് ജനറൽ ലെവൽ ഓഫ് ലിക്വിഡ് ഇൻ സ്മാൾ ഡയമീറ്റർ ട്യൂബ്സ്. ഇപ്പൊ നമ്മളൊരു വാട്ടർ, ഒരു ബീക്കറിൽ വാട്ടർ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ലിക്വിഡ് ഇരിക്കുകയാണ്, അതിലേക്ക് സ്മോൾ ഡയമീറ്ററുള്ള ട്യൂബ്സ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ട്യൂബിലേക്ക് വാട്ടർ റൈസ് ചെയ്യും അല്ലെങ്കിൽ ഫോൾ ചെയ്യും, അല്ലെങ്കിൽ വെള്ളം ട്യൂബിലേക്ക് കയറും അല്ലെങ്കിൽ കുറയും. അപ്പോൾ ആ ഒരു ഫിനോമിനാണ് ഫിനോമിനൻ ഓഫ് റൈസ് ഓർ ഫാൾ ഓഫ് ലിക്വിഡ് ഇൻ സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ് ആണ് എന്ന് പറയുക കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാപ്പിലറി റൈസ് ഉണ്ടാവും. ഇപ്പോൾ വെള്ളത്തിന്റെ ഹൈറ്റ് ഫിഗറിൽ കാണുന്ന പോലെ വെള്ളം റൈസ് ചെയ്യുന്നുണ്ടാവും. അതാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. കാപ്പിലറി റൈസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അഡിസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കോഷൻ. ഈ ഒരു കേസിൽ അഡിസീവ് ഫോഴ്സ് ആണ് കൂടുതൽ ദാൻ കോസീവ് ഫോഴ്സ്. അപ്പോൾ എന്താണ് കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോഷൻ? സെയിം പ്രോപ്പർട്ടീസ് ഉള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനാണ് നമ്മൾ പറയുക
കൊഹീസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ്, ഒന്നുകിൽ ഈ വാട്ടറും നമ്മുടെ ഈ ബീക്കറിന്റെ ബൗണ്ടറിയും തമ്മിലുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ ഈ വാട്ടറിന്റെ പാർട്ടിക്കിൾസും നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ് ആൻഡ് സർഫസ് തമ്മിലുള്ള ഫോഴ്സ്, അതിനെയാണ് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് അഡിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സെയിം മോളിക്യൂൾസ് ആണെങ്കിൽ കോഹീസീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ കാപ്പിലറി റൈസ് ഉണ്ടാവുന്ന കേസിൽ അഡിസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കോഹീസീവ് ഫോഴ്സ്. ഇനി കാപ്പിലറി, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇനി അടുത്തത് കാപ്പിലറി ഫോൾ. കാപ്പിലറി ഫോൾ ആകുമ്പോഴത്തേക്കും വാട്ടർ എന്ത് ചെയ്യും, ഡിപ്രഷൻ ഉണ്ടാവും. ആ ഒരു കേസിൽ കൊഹിഷൻ ആയിരിക്കും കൂടുതൽ. കൊഹിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ അഡിസീവ് ഫോഴ്സ്. കൊഹീസീവ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ അഡിസീവ് ഫോഴ്സ്. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം, ഈ വെള്ളം ജനറൽ ലെവലിൽ നിന്ന് ഇത്ര ഹൈറ്റ് ആണ് റൈസ് ഉണ്ടായത്, അല്ലെങ്കിൽ ജനറൽ ലെവലിൽ നിന്ന് ഇത്ര ഹൈറ്റ് ആണ് ഡിപ്രഷൻ ഫോൾ ഉണ്ടായത്. ആ ഹൈറ്റ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഹൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. 4 സിഗ്മ സർഫസ് ടെൻഷൻ ആണ്, റോ നമുക്കറിയാം, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആണ്. ഇവിടെ ക്യാപിറ്റൽ ഡി ആണ്, നോക്കണ്ട, സ്മോൾ ഡി ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടാക്ട് ആംഗിൾ ആണ്. എന്താണ്, ബൗണ്ടറിയും വാട്ടർ സർഫസും തമ്മിലുള്ള ഈ ഒരു കോണ്ടാക്ട് ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത്. ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ബൗണ്ടറി ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക, ഈ ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. ഓക്കെ, ഡയമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എല്ലാം SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.